Oh my god, my baby. Oh god. Oh, ചെലന്തി ഗൈസ്. 5 വർഷത്തിന് ശേഷം വണ്ടി തുറന്നപ്പോൾ എന്തൊക്കെ ജീവികളാണ് അതിന് പുറത്ത് വരുന്നത്. ഇതൊക്കെ പൊടിഞ്ഞൊക്കെ ഇരിക്കുന്നല്ലോ. എന്താണിത്? എന്തുവാണെന്ന് അറിയത്തില്ല. ഫുൾ ചെലന്തി വല. ഇവിടെയൊക്കെ കടന്തലിൻ്റെ കൂട്. ഓ മൈ ഗോഡ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുവാണ്. വീഡിയോ എടുക്കാനാണ് പ്ലാൻ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനക്കമില്ലാത്ത ചാനലിനെ കുറച്ച് അനക്കം വെച്ചോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച വീഡിയോ ആണ്. അത് മാത്രമല്ല, ചെയ്യേണ്ട ഒരു ആവശ്യകത ഇപ്പോൾ ഉണ്ട്. ഓക്കെ, സസ്പെൻസ് ഒന്നുമില്ല. എന്താണ് കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ഒരു KTM RC 200 ഉണ്ടായിരുന്നു. അത് 2015 എടുത്ത വണ്ടിയാണ്. അതെനിക്ക് തോന്നുന്നു കൊല്ലം ഷോറൂമിൽ ഫസ്റ്റ് ലോഡിൽ വന്ന സമയത്ത് എടുത്ത വണ്ടിയാണ്. അതിൻ്റെ കഥയൊക്കെ ഞാൻ പിന്നെ പറയാം. അത് പോട്ടെ. അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത്, വണ്ടി ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷമായിട്ട് വണ്ടി ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബാറ്ററി റിമൂവ് ചെയ്തിട്ട് വണ്ടി ഫുൾ കവറൊക്കെ ചെയ്ത് വെച്ചിരുന്നതാണ്. ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെയാണ്, തൊട്ടിട്ടേ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കായിരിക്കുമല്ലോ എൻ്റെ കണ്ടീഷൻ. അപ്പോൾ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയുള്ള വഴിയെ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഫുൾ റീബിൽഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അത് പല എന്താ പറയുന്നത്, ഒറ്റ വീഡിയോ ആയിട്ടൊന്നുമല്ല, ഒരുപാട് കുഞ്ഞു വീഡിയോസായിട്ട് ഇടാനേ പറ്റത്തുള്ളൂ. കാരണം ഒറ്റ വീഡിയോ ഇട്ടാൻ എന്തായാലും നടക്കത്തില്ല. കാരണം ഏറ്റവും ദിവസം പണിയുണ്ട്. ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ബാറ്ററി എനിക്ക് തോന്നുന്നു ഞാൻ 2015 വണ്ടി എടുത്ത സമയത്ത് ഉണ്ടായിരുന്ന ബാറ്ററി ചേഞ്ച് ചെയ്തിട്ട് പിന്നെ ഞാനൊരു ആമറോണിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു ബാറ്ററി ചേഞ്ച് ചെയ്തായിരുന്നു ഞാൻ. അപ്പോൾ അത് റീചാർജ് ചെയ്താൽ മതിയാവും. ഞാൻ 2 തവണ റീചാർജ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ബാറ്ററി പൂരി വെച്ചേക്കുവാണ്. അതൊന്ന്. പിന്നെ ചെയിൻ സ്പ്രോക്കറ്റൊക്കെ എന്തായാലും തുരുമ്പടിക്കാനുള്ള പാർട്സ് എല്ലാം തുരുമ്പടിച്ച് കാണും. പിന്നെ ടയർ ഓഫ് കോഴ്സ് മാറ്റേണ്ടി വരും. എനിക്ക് തോന്നുന്നൊരു 15,000-16,000 കിലോമീറ്റേഴ്സ് എന്തായാലും ഓടിയിട്ടുള്ളൂ, എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഇനി വരാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ എന്തായാലും റെഗുലറായിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇനി വണ്ടിയുടെ താക്കോൽ കണ്ടുപിടിക്കണം. താക്കോൽ എവിടെ നിന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ ഞാൻ എണീറ്റ് കുറച്ച് നേരമായിട്ടേ ഉള്ളൂ. ഇനി ഞാൻ താഴെ പോയി നിങ്ങളെ വണ്ടി ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഓപ്സ്. പക്ഷേ അതിന് മുന്നേ പല്ല് തേച്ചില്ല. പല്ല് തേക്കണം. സോ അങ്ങനെ പല്ലൊക്കെ തേച്ച് ഇനിയിപ്പോൾ നമുക്ക് താഴോട്ട് പോയി ഫുഡ് അടിക്കണം. അതിൻ്റെ കൂടെ ഞാൻ വണ്ടിയും കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് വണ്ടിയുടെ കണ്ടീഷൻ ഇപ്പോഴത്തെ. അന്ന് അടച്ചു വെച്ചതാണ്, ഇതൊരു ഓപ്പൺ ചെയ്തിട്ടില്ല. സോ വണ്ടി കണ്ടല്ലോ. ഇനിയിപ്പം ഞാൻ ഓപ്പൺ ചെയ്യാം. അതിന് മുന്നേ നന്നായിട്ട് വിശക്കുന്നു. ഇപ്പോൾ തന്നെ എത്ര മണിയായി? 10-11 മണിയായി കാണും. അപ്പം നന്നായിട്ട് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ വണ്ടി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോ എന്താണ് കഴിക്കാൻ? ഓക്കെ, ഇഡ്ഡലി, ചമ്മന്തി, സോ ഇനി ഫുഡ് കഴിച്ചിട്ട് ഞാൻ വണ്ടി കാണിച്ചു തരാം. ഓക്കെ, സോ ഗൈസ്, അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ബൈക്ക് കാണിച്ചു തരാം. ബൈക്ക് കാണുമ്പോൾ എന്തായാലും നല്ല വൃത്തിയായിട്ടായിരിക്കും. കാരണം ചെലന്തി വലയും പൊടിയും അതിനകത്തുനിന്ന് വല്ല പമ്പെഴുതാരെ ഇറങ്ങി വരുന്നതെന്ന് കണ്ടറിയാനേ പറ്റത്തുള്ളൂ. കാരണം അത്രയും നാൾ എടുത്തിട്ടില്ല. അപ്പം ഭയങ്കര മോശമാണ്. ഞാനും ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. എന്തായാലും ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓ മൈ ഗോഡ്, മൊമെൻ്റ് ഓഫ് ട്രൂത്ത്. ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം, സ്റ്റാൻഡൊക്കെ കുറച്ച് തുരുമ്പായിട്ടുണ്ട്. എന്തായാലും ഓപ്പൺ ചെയ്യാം. ഞാൻ വൈഡ് ആംഗിൾ ഇട്ടതാണ്, എന്നാലേ കുറച്ചായിട്ട് കാണാൻ പറ്റത്തുള്ളൂ മൊത്തം. ഓ മൈ ഗോഡ്, മൈ ബേബി.
ഓ ഗോഡ്. കയറി വരുന്നില്ലല്ലോ. ഇതിനെ ഫുൾ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ വണ്ടിയുടെ മുഴുവനെയുള്ള ഒരു ഇത് കാണിച്ചു തരാം. ഇത് ആക്ച്വലി തുടയ്ക്കാനൊക്കെ ആയിട്ട് വെച്ചിരുന്നൊരു തുണിയാണ്. നിങ്ങൾ എടുക്കാം. ഓ ചെലന്തി ഗൈസ്, 5 വർഷത്തിന് ശേഷം പണ്ട് തുറന്നപ്പോൾ എന്തൊക്കെ ജീവികളായിരുന്നു പുറത്ത് വരുന്നത്. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമായി ചെലന്തി. ഇഷ്ടമല്ല എന്നല്ല, പേടിയാണ്. അതിൻ്റെ ഇടയ്ക്കോട്ടെ കണ്ട് കയറിപ്പോയി. ഇനി എന്തൊക്കെ കാണുമെന്ന് ദൈവത്തിനറിയാം. ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങാണ്ട് ഇരിപ്പുണ്ട്. ഇവിടെ വേറെ അറിയൂ. ഓ മൈ ഗോഡ്, ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ബോഡിയൊന്നും വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. ഇതൊക്കെ എന്തോ ഇവിടെ. ഓ മൈ ഗോഡ്, ഇതെന്തോ ഇത് ഇവിടെയൊക്കെ പൊടിഞ്ഞൊക്കെ ഇരിക്കുന്നല്ലോ. എന്താണിത്? എന്തുവാണെന്ന് അറിയത്തില്ല. ഇത് ബൈക്കിൻ്റെ എന്തെങ്കിലും ആണോ എന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഐ മീൻ റൺ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇത് ഗിയറൊന്നും വലിയ കുഴപ്പമില്ല. ഓക്കെ, വണ്ടി ഞാൻ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം. വണ്ടി ഫ്രണ്ടിൽ നിന്ന് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നില്ലേ. ഫുള്ള് പൊടിയാണ്, അത് നിങ്ങൾ കാര്യമാക്കണ്ട. ടയറൊക്കെ ഫുള്ള് പോയി. കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ വരകളൊക്കെ ഉണ്ട്. ഇതിന് ഓടിക്കാനൊന്നും കൊള്ളത്തില്ല. ടയർ ഫുള്ള് മാറ്റണം. പിന്നെ റേഡിയേറ്ററിൻ്റെ അവിടെ ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഫുള്ള് ചിലന്തി വലയൊക്കെയാണ്. അതൊക്കെ തുടക്കി കഴിവൊക്കെ ചെയ്തത് അങ്ങ് പൊക്കോളും. പിന്നെന്താ ഇവിടെയൊക്കെ ഇതുണ്ടോ, ഫുള്ള് പൊടിയാണ് എല്ലാം. എവരി വെയർ പൊടിയാണ്. ഇത് പിന്നെ ഞാൻ പണ്ടൊരു ടിൻറ്റ് സ്റ്റിക്കർ ഒട്ടിച്ചതാണ്. അത് ഇളക്കുമ്പോൾ അതുകൊണ്ട് കുഴപ്പം കാണത്തില്ല. ഇവിടെ ഈ ഒരു ഫുൾ പീസ് ഞാൻ ടിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ചെറിയ ഒരു മൈൽഡ് ബ്ലാക്ക് പോലെ തോന്നുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ മീറ്റർ കൺസോളിലോട്ട് വരുമ്പോൾ ഇറ്റ്സ് എ മെസ്. ഫുൾ ചിലന്തി വല എന്നതേ ഇതൊക്കെ പോയിട്ടുണ്ട്. സ്വിച്ചൊക്കെ കൺസോൾ മാറ്റണം. പിന്നെ സ്റ്റാർട്ടാവും തന്നെ സംശയമാണ്. സെൽഫൊന്നും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ടൺസ് ഒന്നും കുഴപ്പമില്ല. പാസ് ഒന്നും കുഴപ്പമില്ല. ഫോണിൻ്റെത് എൻജിൻ കില്ല്, ഡിമ്മും ബ്രൈറ്റും, സെൽഫ് ബട്ടൺസ് ഒന്നും പ്രശ്നമില്ല. ലോക്കൊന്നും പ്രശ്നമില്ല എന്ന് തോന്നുന്നു. പിന്നെ അകത്തോട്ട് നോക്കുമ്പോൾ കൂളൻ്റ് നോക്കണം. അത് കൂളൻ്റ് കാണാൻ സാധ്യതയില്ല. ഉപ്സ്, തുറക്കാൻ വയ്യ. കൂളൻ്റ് ഉണ്ടോ? അല്ലല്ല, കൂളൻ്റ് ഉണ്ട്. കണ്ടോ, ഒരു ചെറിയൊരു ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ കാണാവോ? കൂളൻ്റ് ഉണ്ട്, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പിന്നെ അകത്തോട്ട് ഇവിടെയൊക്കെ ഫുള്ള് ചിലന്തി വല. ഇവിടെ എല്ലാം ഫുള്ള് ചിലന്തി വലയാണ്. നമുക്ക് മൊത്തം സെറ്റ് ചെയ്തെടുക്കണം. ഇവിടെയൊക്കെ കടന്തലിൻ്റെ കൂട്. ഓ മൈ ഗോഡ്. 1, 2 ഹെഡ്ലൈറ്റിൻ്റെ യൂണിറ്റിൻ്റെ അവിടെയാണ് കൂട്. അതൊക്കെ ഇനി പൊട്ടിച്ച് കളയണം. പിന്നെ ഇവിടെ ഈ ഒരു പീസ് ഇച്ചിരി ഇളകിയിരിക്കുകയാണ്. കാരണം ഇവിടെയാണ് ബാറ്ററി ഇരിക്കുന്നത്. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി അന്ന് ഊരിയതാണ്. അത് വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ഓക്കെയാണ്, ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന കണ്ടീഷനാണ്. ബാറ്ററി തിരിച്ച് വെക്കാൻ പറ്റിയാൽ അത് നോക്കണം. പിന്നെ ഞാൻ ഇവിടെയൊക്കെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്ക്രാച്ച് ഒന്നും വീഴാതിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പൊടി എൻ്റെ ഇടയ്ക്ക് ഇരുന്നിട്ട് മനസ്സിലാവുന്നത് പെട്ടെന്ന്. ഇവിടെയൊക്കെ ഞാൻ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്ക്രാച്ച് വീഴാതിരിക്കാൻ. അതിൻ്റെ മേളിൽ കൂടെ പിന്നെന്താ, ഈ സൈഡിൽ ഈ ഒരു ഫെയറിങ്ങിലോട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു കൂടുണ്ടായിരുന്നു. ഞാൻ തട്ടിക്കളഞ്ഞതാണ്. പിന്നെ ഇവിടെ വേറെ ഏതാണ്ട് കൂടുണ്ടായിരുന്നു. അതിനകത്ത് കിടക്കുന്ന വേറൊരു കൂട്. ഫുള്ള് കൂടുകളാണ് ഗൈസ്. അപ്പുറത്തുള്ള പട്ടികളെല്ലാവരും കുറച്ച് സൗണ്ട് കേൾക്കുന്നില്ലായിരിക്കും. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും കാണുന്നില്ല. ഫുൾ പൊടികളും ചിലന്തി വലയൊക്കെ ഉള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും കാണുന്നില്ല. പിന്നെ ഇത് ഈ കിടക്കുന്ന എന്ത് സാധനമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ നിന്ന് പൊടിഞ്ഞ് വീണതാ. എന്തുവാണെന്ന് എനിക്കറിയില്ല. അതിനിപ്പോൾ ഷോറൂമിൽ കൊണ്ടുപോയൊക്കെ ചെയ്താലേ മനസ്സിലാത്തുള്ളതുണ്ട്. ഇവിടെ നിന്നൊക്കെ പൊടിഞ്ഞ് പോകുന്നുണ്ടോ, എന്താണെന്ന് അറിയില്ല. ഇതിനെക്കുറിച്ച് അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഡു ഹെൽപ്പ് മീ. എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ചെയിനിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ചെയിൻ സ്പ്രോക്കറ്റും ഫുള്ള് തുരുമ്പാണ്. ലൂബ് വേണം, അല്ലാതെ ഓടത്തില്ല, പൊട്ടിപ്പോവും. ഇത് പൊട്ടി മാറ്റണം എന്തായാലും. ഇത് രണ്ടും ചേഞ്ച് ചെയ്യണം. സ്പ്രോക്കറ്റിൻ്റെ കാര്യം എനിക്കറിയില്ല. ചെയിൻ എന്തായാലും മാറ്റി പറ്റും. പിന്നെ ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ
വലിയ കുഴപ്പമൊന്നുമില്ല ത്രെഡ് വൈസ്, എന്നാലും ഇല്ല. പക്ഷേ ഇത് എന്തായാലും മാറ്റണം ഓഫ് കോഴ്സ്. കാരണം ഇതുണ്ട് ഇവിടെയൊക്കെ പൊട്ടലൊക്കെ വീണിട്ടുണ്ട്. ഓടിച്ചുകൊണ്ട് പോകുന്ന ഒട്ടും സേഫ് അല്ല. മിക്കവാറും വല്ല പിക്കപ്പിലൊക്കെ കൊണ്ടുകൊണ്ട് വരും, അറിയില്ല. ഇത് സ്റ്റോക്ക് ടയർ തന്നെയാണ്, നമ്മളൊന്നും ചേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇൻഡിക്കേറ്ററും സാധനങ്ങളൊന്നും പ്രശ്നമില്ല, എല്ലാം പക്കയാണ്. നമ്പർ പ്ലേറ്റൊക്കെ മാറ്റണം. പുതിയ നോംസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്പർ പ്ലേറ്റ് മാറ്റണം. ഇവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല. ഇതാണ് ഏകദേശം ഈ ഒരു സൈഡിലെ ഒരു എന്താ പറയുന്നത് വണ്ടിയുടെ ഒരു ലുക്ക്. ബ്രേക്കിൻ്റെ അവിടെയൊക്കെ ഇവിടെയൊക്കെ ഫുള്ള് പൊടിയാണ്. ഇതുണ്ട്, ഇത് ഓയിലാന്ന് തോന്നുന്നുണ്ട്, കയ്യിലൊക്കെ ആയി. ഇതെന്തോന്ന് തുടയ്ക്കണതൊക്കെ എന്തോന്ന് അറിയില്ല. പിന്നെ നമ്മൾ അടുത്ത സൈഡിലോട്ട് വരുമ്പോൾ അപ്പുറത്തെ പോലെയൊക്കെ തന്നെ ബാക്ക് സൈഡിൽ ഇത് കണ്ട് ഇവിടെയൊക്കെ ചെറിയ ചെറിയ തുരുമ്പൊക്കെ ഇനി വൃത്തിയാക്കി എടുക്കണം. ഫുള്ള് ഡിസ്മാൻഡിൽ ചെയ്യേണ്ടി വരും വണ്ടി, അല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഇവിടെയൊക്കെ ഫുള്ള് പൊടിയാണ്. ഇതൊക്കെ മടങ്ങും നോക്കട്ടെ. മടങ്ങും, കുഴപ്പമില്ല, മടങ്ങും. ഇത്ര നാൾ യൂസ് ചെയ്യാത്തതിൻ്റെ ടൈറ്റ്നെസ് ഉണ്ട്. പിന്നെ ബ്രേക്കൊന്നും കുഴപ്പമില്ല. ഇതിനകത്തൊക്കെ ഫ്ലൂയിഡൊന്നും കാണാൻ സാധ്യതയില്ല, തുറക്കുന്നില്ല. തുറന്നിങ്ങനെ ഒടിഞ്ഞു പോയാലോ. എൻ്റെ ഇവിടെയൊക്കെ മിന്നട്ടൊക്കെ മാറ്റേണ്ടി വരും, കാരണം എല്ലാം തുരുമ്പായി. ഇവിടെ നാൾ ഉപയോഗിക്കാതിരുന്നല്ലേ. പിന്നെ ഇവിടെ എല്ലാം ചിലന്തി വരാണ്ട് വീണ്ടും പോകുന്നൊരു ചിലന്തി ഉണ്ടോ. ഇതിനകത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് പൊടിയാണ്, ഫുള്ള് ചിലന്തി വല. ഇവിടെ എല്ലാം ചിലന്തി വല, ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ചിലന്തി വല ആൻഡ് പൊടി. ഈ സൈഡിൽ നോക്കുവാണെങ്കിൽ ഇവിടെ അതുപോലെ തന്നെ കുറേ ഓയിലും തണ്ടൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പൊടിയാണ്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ഐഡിയ ഇല്ല. വണ്ടിയുടെ ഒരു കണ്ടീഷൻ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് വണ്ടിയുടെ താക്കോല് കണ്ടുപിടിക്കുക. അതൊരു ടാസ്ക്കാണ്. താക്കോല് കണ്ടുപിടിച്ചിട്ട് അത് ആക്ച്വലി ഞാൻ അന്ന് 4-5 വർഷമായിട്ട് ഇവിടെ പപ്പയുടെ കയ്യിലോ അല്ലെങ്കിൽ മുത്തിൻ്റെ കയ്യിലോ ആരുടെയും കൈ കാണും, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കാണും. അപ്പോൾ അത് നോക്കണം. താക്കോല് കണ്ടുപിടിച്ചതിന് ശേഷം വേണം ബാറ്ററി, ഡിസ്മാൻഡിൽ ചെയ്ത ബാറ്ററി ഉണ്ട്, അത് ഇനി തപ്പണം. അത് തപ്പിയെടുത്ത് അത് റീചാർജ് ചെയ്ത് ബാറ്ററി റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണോ നോക്കണം, അല്ലെങ്കിൽ ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഹോപ്പ്ഫുള്ളി അത് പ്രശ്നം ഉണ്ടാവത്തില്ലെന്ന് വിശ്വസിക്കാം. കാരണം ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ വണ്ടി ഫുള്ള് ഡിസ്മാൻഡിൽ ചെയ്യാതെ ഒരു പരിപാടി നടക്കത്തില്ല. ഇത് കണ്ടോ, ഇങ്ങനെ നോക്കുമ്പോൾ പ്രശ്നമൊന്നും കാണത്തില്ല, കുറച്ച് അടുത്തോട്ട് വരുമ്പോഴേ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ വണ്ടി ആക്ച്വലി ബോൺ സ്റ്റോക്കാണ്, പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അലോയ്സ് ഞാൻ ചേഞ്ച് ചെയ്തതാണ്. അത് ആക്ച്വലി വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഓറഞ്ച് തന്നെയാണ്, ആ ഫ്രെയിം പോലെ തന്നെ ഓറഞ്ചാണ് ടയേഴ്സ്, അറിയാമല്ലോ. 2015 വണ്ടിയാണ് ഇത്. ഞാൻ എൻ്റെ കസിനുണ്ട് ഏബിൾ, അവൻ്റെ വണ്ടി ഡ്യൂക്കാണ്, ഡ്യൂക്ക് 200 ആണ്. അതിനകത്ത് ബ്ലാക്ക് ആയതുകൊണ്ട് എനിക്കിത് ഫുള്ള് സ്റ്റെൽത്ത് ആക്കണം എന്നൊക്കെയായിരുന്നു പ്ലാൻ. പിന്നെ ഭാവിയിലത്തെ പരിപാടിയൊക്കെ നോക്കി പഠിക്കാനൊക്കെ പോയ സമയത്ത് പിന്നെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചെയ്ത പരിപാടി അലോയ്സ് മാറ്റിയതാണ്. അവൻ്റെ ഞാൻ സ്വാപ്പ് ചെയ്തതാണ്. ഇതിൻ്റെ ഒറിജിനൽ അലോയ്സ് അവൻ്റെ വണ്ടി കിടപ്പുണ്ട്. വണ്ടി ഇപ്പോൾ ചെന്നൈയിലാണ്. ഇനിയിപ്പം എന്തായാലും ഡിസ്പാൻഡിൽ ചെയ്യുന്ന സമയത്ത് എനിക്കിത് ആക്ച്വലി ആ സീറ്റിനടിയിൽ ഒരു വൈറ്റ് പോർഷൻ കണ്ടോ കണ്ട് ഇവിടെ, ആ പോർഷൻ ബ്ലാക്ക് ആക്കണമെന്നുണ്ട്. പിന്നെ ഫ്രെയിമും ബ്ലാക്ക് ആക്കണമെന്നായിരുന്നു എൻ്റെ പ്ലാൻ പണ്ട്. അപ്പോൾ കുറച്ച് പരിപാടികളുടെ പ്ലാൻ മനസ്സിലുണ്ട്, എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ മെൻഷൻ ചെയ്യണം. അതനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യാൻ നോക്കാം. പിന്നെ എൻ്റെ ലൊക്കേഷൻ വരുന്നത് കരുനാഗപ്പള്ളി സൈഡിലാണ്. ഓക്കെ, മെയിൻ ലൊക്കേഷൻ വീട് മൈനാഗപ്പള്ളിയാണ്. അപ്പോൾ കരുനാഗപ്പള്ളി സൈഡിൽ അല്ലെങ്കിൽ മൈനാഗപ്പള്ളി സൈഡിൽ KTM പണിയുന്ന വർക്ക്ഷോപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു തരിക. സ്ഥലത്തെല്ലാം ഞാൻ പുതിയ വർക്ക്ഷോപ്പ് വന്നോ ഇല്ല ഒന്നും എനിക്കറിയില്ല. KTM ഷോറൂം കരുനാഗപ്പള്ളിയുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചത് അടുത്ത് നന്നായിട്ട് പണിയുന്ന ഏതെങ്കിലും വർക്ക്ഷോപ്സ് ഉണ്ടെങ്കിൽ അവിടെ കൊടുത്ത് ചെയ്യിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും വർക്ക്ഷോപ്സ് അറിയാമെങ്കിൽ എന്തെങ്കിലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്പറിലൊന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുകയോ എന്താണെന്ന് ചെയ്താൽ മതി, അല്ലെങ്കിൽ കമൻറ്റിലെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് പുറകെ ഞാൻ വിടുന്നതായിരിക്കും ഓരോന്ന്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുടെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഈ ബിൽഡ് മുന്നോട്ട് പോകത്തില്ല. അപ്പം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം പറ്റുന്നപോലെ സപ്പോർട്ട് ചെയ്യുക. ഒരു കുട്ടി ചാനലാണ്, പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, സജഷൻസ് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. പിന്നെ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് വേണം, അത് ഞാൻ ക്ലിയർ ചെയ്യാൻ നോക്കാം. ഇനി അങ്ങോട്ട് തുടർച്ചയായിട്ട് വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ, ശുഭമംഗി, സൈനിങ് ഓഫ്, ബൈ.